നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ MSK ജസീം. CSK അടിവാരത്തിൽ നിന്ന് കയറുന്നു, 2 കളി തുടർച്ചയായി ജയിക്കുന്നു. ചെന്നൈ വിജയവഴിയിൽ തിരിച്ചെത്തിയൊരു മൊമെൻറ്റിലാണുള്ളത്. CSK ആരാധകരൊക്കെ വലിയ ആവേശത്തിലും സന്തോഷത്തിലായിട്ട് മൊമെൻറ്റിലാണ്. MSKയിൽ നിന്ന് തുടങ്ങാം. MSK കടുത്ത ഈ സീസണോട് കൂടി കടുത്ത CSK ആരാധകനായ മനുഷ്യരാണ്. MSKയിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. MSK എങ്ങനെ വിലയിരുത്തുന്നു മത്സരത്തെ? തീർച്ചയായും നിങ്ങളൊക്കെയും ആദ്യ മത്സരങ്ങളിൽ തോറ്റപ്പോൾ CSK CSK എഴുതി തള്ളിയൊരു നിമിഷം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നത് CSK ഫോമിലേക്ക് എത്തുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. ആ ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ ഫലമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ 2 മത്സരവും വളരെ ആധികാരികമായിട്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ചെന്നൈയുടെ ആ ഒരു കോമ്പിനേഷൻ്റെ ഒരു പ്രശ്നമായിരുന്നു ആദ്യ 3 മത്സരങ്ങളിലും ചെന്നൈ അലട്ടിയിരുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പം കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നമ്മൾ കണ്ടു ചെന്നൈ ഒരു പെർഫെക്റ്റ് ബാറ്റിംഗ് ലൈനപ്പ് നമ്മൾ കണ്ടു. അതിനൊപ്പം തന്നെ ഓബർട്ടൻ്റെ നേതൃത്വത്തിൽ ഒരു ബോളിങ്ങും നമ്മൾ കണ്ടിരുന്നു. ഈ മത്സരത്തിലേക്ക് വരുമ്പം കൃത്യമായിട്ടും ആരും 50 ഒന്നും അടിച്ചിട്ടില്ലെങ്കിലും ചെന്നൈയുടെ മുൻനിരയും മധ്യനിരയും ഒക്കെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. സഞ്ജു സാംസൻ്റെ 48 റൺസ്, അതിനൊപ്പം തന്നെ സർഫറാസ് ഖാൻ, ഡെവാൽ ബ്രെവിസ് എന്നിവരുടെ ബാറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ ചെന്നൈക്ക് 190 എന്ന് പറയുന്നത് ഒരു 192 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പിച്ചിൽ, കാരണം അങ്ങനെ ഒരു എളുപ്പം റൺസ് കിട്ടാൻ പറ്റുന്നൊരു പിച്ചായിരുന്നില്ല. ഈ ഒരു പിച്ചിൽ അതൊരു ജയിക്കാൻ പറ്റുന്നൊരു ടാർഗറ്റ് തന്നെയായിരുന്നു. അവർ ബാറ്റ് ചെയ്തപ്പോൾ അവർ കൃത്യമായിട്ടും ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് കൊൽക്കത്തയെ തകർക്കുന്നതിൽ ചെന്നൈ വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ചാമ്പ്യൻ ടീമിനെ പോലെ തന്നെ ചെന്നൈ കളിച്ചു എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പിന്നെയുള്ളത് സഞ്ജുവിൻ്റെ ബാറ്റിംഗ്, അതുപോലെ തന്നെ ഇതിലെ ഒരു വീക്കസ്റ്റ് പോയിൻ്റായിട്ട് വീണ്ടും ഋതുരാജിൻ്റെ ഫോം ഔട്ട് അവിടെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഋതുരാജ് വീണ്ടും നിരാശപ്പെടുത്തിയൊരു മത്സരമായിരുന്നു. ക്യാപ്റ്റൻ അദ്ദേഹം ഈ അടുത്ത മത്സരങ്ങളിലെങ്കിലും അദ്ദേഹം ബാറ്റിങ്ങിൽ ശോഭിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ മൊത്തത്തിൽ നോക്കുമ്പം ചെന്നൈയുടെ ബോളിംഗ്, നൂർ അഹമ്മദിൻ്റെ ബോളിംഗ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. നൂർ അഹമ്മദ് കഴിഞ്ഞ മത്സരത്തിലൊക്കെ അദ്ദേഹത്തിന് വേണ്ടത്ര ശോഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ മത്സരത്തിൽ അദ്ദേഹമാണ് ആ മധ്യനിരയിൽ ഗ്രീനെയും മറ്റുമൊക്കെ പുറത്താക്കിക്കൊണ്ട് 2 വിക്കറ്റുകൾ നേടിക്കൊണ്ട് 3 വിക്കറ്റുകൾ തുടരെ 2 വിക്കറ്റുകൾ നേടിക്കൊണ്ട് ചെന്നൈയെ ഫ്രണ്ട് ഫുട്ടിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും നൂർ അഹമ്മദിൻ്റെ പന്തുകളാണ്. അതിനൊപ്പം കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ തന്നെയാണ് ഈ ഒരു മത്സരം. കാരണം കൊൽക്കത്ത ഈ ഒരു ടൂർണമെൻറ്റിൽ പ്രതീക്ഷയ്ക്ക് ഒത്തുയരാത്ത ഏറ്റവും വലിയ ടീമുകളിൽ ഒന്ന് തന്നെയാണ് കൊൽക്കത്ത. അവരുടെ ക്യാപ്റ്റൻസി വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഗ്രീനിനെ പോലുള്ള 25.2 കോടി രൂപ കൊടുത്ത് വാങ്ങിയ ഒരു പ്ലെയറുടെ പെർഫോമൻസ് അവർക്ക് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വീക്കസ്റ്റ് പോയിൻ്റാണ്. അവരുടെ ഏറ്റവും നല്ലൊരു ഒരു പോസിറ്റീവ് എന്നുള്ളത് കാർത്തിക് ത്യാഗിയെ പോലുള്ള ബോളേഴ്സ് അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്തു. എങ്കിൽ കൂടിയും കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിൽ നിന്നും ഒരു മോചനം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കൊരു പെർഫോമൻസ് നോക്കൗട്ടിലേക്ക് എത്തണമെങ്കിൽ അവർക്കാണ് ഇനി കൂടുതൽ സമ്മർദ്ദമുള്ളത്. ഇപ്പോൾ എല്ലാ ടീമുകൾക്കും, അതായത് 3-ാം സ്ഥാനം തൊട്ട് 8-ാം സ്ഥാനം വരെയുള്ള ടീമുകൾക്കൊക്കെയും 4 പോയിൻ്റാണ്. അപ്പോൾ ചെന്നൈ ഓൾറെഡി 4 പോയിൻ്റ് നേടി 8-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ചെന്നൈയുടെ തേരോട്ടം തന്നെയാണ് ഈ സീസണിൽ നമുക്ക് കാണാൻ കഴിയുക. ജസീമും CSK ആരാധകരാണ് തോന്നുന്നു. അപ്പോൾ ജസീമും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. പ്രത്യേകിച്ച് സഞ്ജുവൊക്കെ ട്രാക്കിലായ 2 മത്സരങ്ങളാണ് തുടർച്ചയായി നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും നേരത്തെ ഹാരിസ് പറഞ്ഞ പോലെ തന്നെ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചറിവിൻ്റെ ഒരു പാതയിലാണ് ശരിക്കും. ആദ്യത്തെ മത്സരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ, അതായത് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ സമ്മാനിച്ചായിരുന്നു. പക്ഷേ പിന്നീട് സഞ്ജുവിൻ്റെ വലിയൊരു സെഞ്ചുറിയോട് കൂടി അതൊരു വലിയൊരു കംബാക്കായിരുന്നു ആ ഒരു സംഭവം, ആ ഒരു കളി എന്ന് പറയുന്നത്. തുടർന്ന് ഇന്ന് ഇപ്പോൾ ഒരു അർദ്ധ സെഞ്ചുറിക്കടുത്ത് അദ്ദേഹം പുറത്താകുമ്പോഴും ഏതായാലും ഒരു ശരാശരി പ്രകടനം അദ്ദേഹത്തിന് നടത്താനായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരങ്ങൾക്ക് ഇപ്പോൾ MSK ഒക്കെ പറഞ്ഞ പോലെ അടുത്ത മത്സരങ്ങൾ നമുക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ചെന്നൈയുടെ മത്സരം എന്ന് പറയുന്നത്. ഏതായാലും അതുപോലെ തന്നെ ഇന്നത്തെ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകത 2 സ്ട്രഗിൾ ചെയ്യുന്ന 2 ടീമുകളായിരുന്നു. IPL ഇപ്പോൾ ഹാരിസ് തുടക്കത്തിൽ പറഞ്ഞ അടിവാരത്തു നിന്നുള്ള 2 ടീമുകൾ അവർ മുകളിലേക്കുള്ള ഒരു കുതിപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്ന ഒരു കളി കൂടിയായിരുന്നു ഇന്ന്. ആ ഒരു മത്സരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നും കൊൽക്കത്തക്ക് വലിയൊരു നിരാശ തന്നെയാണ് ബാക്കിയായത്. ചെന്നൈയെ സംബന്ധിച്ചുള്ള അവർ ഒന്ന് ആ സ്ട്രഗിളിൽ നിന്നൊക്കെ കയറി വരുന്നു എന്ന് പറയുമ്പോഴും, പക്ഷേ കൊൽക്കത്ത ഇപ്പോഴും അതിൽ നിന്നൊന്നും കരകയറാനാവാതെ അവരിപ്പോഴും ഒരു സെറ്റാവാതെയൊക്കെ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ചെന്നൈയുടെ മത്സരത്തിൽ ഇന്ന് പറയുകയാണെങ്കിൽ ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൻ്റെ ഒരു കാര്യം ഇപ്പോഴും പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇപ്പോഴും ഈ ഒരു മത്സരത്തിലേക്ക് ഇതുവരെയുള്ള മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട്
ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയാണ്. കാരണം നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് സംസാരിച്ച കാര്യമാണ്. ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ ഗെയ്ക്വാദിനെ മാറ്റി നമുക്ക് ആയുഷ് മാത്രയൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു രീതിയിലേക്ക് കളി മാറ്റുകയാണെങ്കിൽ, ഇപ്പോൾ സഞ്ജുവിന് ആയുഷ് മാത്രയാണ് ഓപ്പണിങ്ങിലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം കുറച്ചുകൂടി നല്ലൊരു ഓപ്പണിംഗ് കിട്ടുവാണെങ്കിൽ ചെന്നൈ അതൊരിക്കലും ചെയ്യില്ല എന്നുള്ളതാണ് അവരുടെ പൂർവ്വകാല ചരിത്രം. കഴിഞ്ഞ ദിവസം തന്നെ പിന്നെ ഫാഫ് ഡൂപ്ലസിയും അതുപോലെ തന്നെ അമ്പാട്ടി റായിഡും തമ്മിലുള്ളൊരു സംഭാഷണം ഉണ്ടായിരുന്നു. അപ്പം ഫാഫ് ഡൂപ്ലസ് ഇതേപോലെ തന്നെ അഭിപ്രായം പറയുന്നു, ആയുഷ് മാത്രമേ ഓപ്പണറായിട്ട്, ഋതുരാജ് 3-ാം സ്ഥാനത്തേക്ക് വരണമെന്ന് പറയുന്നു. അപ്പോൾ അമ്പാട്ടി റായിഡ് പറയുന്നത് അങ്ങനെ നടക്കില്ല, ഞാൻ മുമ്പ് അവിടെ കളിച്ചതാണ്, എനിക്ക് കൃത്യമായിട്ട് അവരുടെ മെൻറ്റാലിറ്റി അറിയാം. ഷെയ്ൻ വാട്സണോട് പോലും അവർ പറഞ്ഞിരിക്കുന്നത് 13 മത്സരം നിങ്ങൾ പിന്നെ കളിച്ചില്ലെങ്കിൽ നിങ്ങൾ ഓപ്പണറായി തന്നെ നിലനിർത്തും, അവിടെ നിങ്ങൾ ഫോമായിട്ട് ജയിപ്പിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നാണ് അവരുടെ ഒരു നിലപാടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഫോം ഒരു പരാജയപ്പെടുന്ന, അദ്ദേഹത്തിന് ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ സ്കോർ നമുക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു അടുത്ത മത്സരങ്ങളിലൊന്നും ഒരു പെർഫോം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ആദ്യത്തെ മത്സരത്തിൽ രാജസ്ഥാനോട് നമ്മുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് എന്ന് പറയുന്നത്, ചെന്നൈയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് എന്ന് പറയുന്നത് 14 റൺസാണ്. പിന്നീട് അത് പഞ്ചാബിനോടും അതേ റൺസ് തന്നെയാണ് ഓപ്പണിംഗ് കൂട്ടുകെട്ട് എന്ന് പറയുന്നത്, വെറും 14. രണ്ടാമത്തെ മത്സരം, മൂന്നാം മത്സരം RCB ഏറ്റവും 9 റൺസിന് ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിയാണ് ചെയ്യുന്നത്. പിന്നീട് കുറച്ചെങ്കിലും അത്യാവശ്യം ഭേദപ്പെട്ട സ്കോർ വന്നത് ഡൽഹിയോടാണ്. ഡൽഹിയോട് പിന്നീട് 62 റൺസിൻ്റെ ആ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് വരുന്നത്, അത് സഞ്ജുവിൻ്റെ ഒക്കെ ഒരു പ്രകടനം തന്നെയാണ് അതിനേറ്റവും ഫലവത്തായതെന്നുള്ളതും കൂടി പറയണം. അപ്പോൾ അവിടെ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ ചെന്നൈക്കും ഒന്ന് കൂളായിട്ട് കളിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആ തുടക്കം ഗംഭീരമായിട്ട് കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി സ്കോർ ചെയ്യും. ഇപ്പോൾ നേരത്തെ ഹാരിസ് പറഞ്ഞ പോലെ ചെപ്പോക്കിൽ നമുക്കൊരു സ്കോർ കയറാത്തൊരു കാര്യം കൂടിയുണ്ട്. ഈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നമ്മുടെ മത്സരങ്ങളിൽ സ്കോർ എന്തുകൊണ്ട് ഉയരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതൊരു റിയാലിറ്റിയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെൻറ്റ് മൊത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്പിന്നർമാർ വല്ലാതെ ഡെലിവറി ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈയുടെ ഇന്നിങ്സ് നടക്കുന്ന സമയത്ത് കൊൽക്കത്തയുടെ മൊത്തം സ്പിന്നർമാർ 10 ഓവർ എറിഞ്ഞിട്ട് അതിലേതാണ്ട് 6.8 സംതിങ് ആണ് എക്കോണമി. എന്ന് പറഞ്ഞാൽ അവരുടെ സ്പിന്നർമാരൊക്കെ നന്നായിട്ടില്ല. സുനിൽ നാരായൺ നന്നായി എറിയുന്നു. പിന്നെ സ്പിന്നർമാർ മൊത്തത്തിൽ ആ ഫസ്റ്റ് ഓവറിൽ എറിഞ്ഞ അൻകുൽ റോയ് എന്ന് പറഞ്ഞ ബോളർ പവർ പ്ലേയിൽ 2 ഓവർ അദ്ദേഹം മികച്ച രീതിയിൽ എറിയുന്നു. അദ്ദേഹത്തിനാകെ 3 ഓവർ കൊടുത്തിട്ടുള്ളൂ, എന്നിട്ടും അദ്ദേഹം പവർ പ്ലേയിൽ 2 ഓവർ പിടിച്ചെറിയുന്നുണ്ട്. എന്നിട്ടും ചെന്നൈ 70 മുകളിൽ റൺ സ്കോർ ചെയ്യുന്നുണ്ട്. ഇതേ ചെന്നൈ ഡെത്ത് ഓവറുകളിൽ നോക്കൂ, ആ 15 മുതലുള്ള 20 വരെ ഓവറിൽ ഓരോ ബൗണ്ടറി വെച്ചൊക്കെയാണ് അടിക്കുന്നത്. നന്നായി പിന്നെ അടിച്ചുകൊണ്ടിരുന്ന വൈഭവ് അറോറ പോലും 19ാമത്തെ ഓവറിൽ ആകെ ഒരു 4 മറ്റോ വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ അവരുടെ സ്പിന്നർമാരൊക്കെ നല്ല ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു നല്ല സ്കോറായിട്ട് നമുക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് നൂർ അഹമ്മദിൻ്റെ തിരിച്ചുവരവ് ശരിക്കും ചെന്നൈയെ സംബന്ധിച്ചൊരു പോസിറ്റീവാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ആദ്യത്തെ 4 മത്സരങ്ങളോ മറ്റോ കഴിയുന്ന സമയത്ത് അദ്ദേഹം 10 ഓവറിൽ 100 റൺസൊക്കെ വിട്ടുകൊടുത്തിരുന്നു. കഴിഞ്ഞ മത്സരത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ടൊരു വിക്കറ്റ് എടുക്കുന്നത്. 4ാമത്തെ മത്സരത്തിലാണ് അദ്ദേഹം ഈ ടൂർണമെൻറ്റിൽ ആദ്യത്തെ വിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഏറ്റവും മികച്ച ബോളർമാരിൽ ഒരാൾ സ്ട്രഗിൾ ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് ആശിക്കണം. പ്രത്യേകിച്ച് അവരുടെ ചെന്നൈയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണല്ലോ. ഓവർടൺ കഴിഞ്ഞ മത്സരത്തിൽ നന്നായി പെർഫോം ചെയ്ത സമയത്ത് ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് വിക്കറ്റില്ല, 10 മുകളിലാണ് എക്കോണമി എന്നാണ്. അതേസമയം നൂർ അഹമ്മദിൻ്റെ ആ ഓവർ വളരെ നിർണായകമായിരുന്നു. പ്രത്യേകിച്ച് കാമറോൺ ഗ്രീനിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തേ മതിയാവും. കാമറോൺ ഗ്രീൻ മിനി ഓപ്ഷനിൽ വലിയ തുക മുടക്കി കൊൽക്കത്ത എല്ലാ സീസണുകളിലും നമ്മളിത് ഈ സ്ട്രഗിളുകൾ കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ പ്രതീക്ഷയോടെ വലിയ തുകയൊക്കെ കൊണ്ടുവരുന്ന മനുഷ്യന്മാരൊക്കെ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. കഴിഞ്ഞ സീസണിൽ ഋഷഭ് പന്ത് സ്ട്രഗിൾ ചെയ്തതുപോലെ കാമറോൺ ഗ്രീനിന് എന്തിനാണ് അത്രയും തുക കൊടുത്തത് എന്ന് നമ്മൾ ആ കാലത്ത് ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹത്തെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. മറ്റൊന്ന് റിങ്കു സിംഗിൻ്റെ ഫോം ഔട്ട് നമുക്ക് പറഞ്ഞു. ഇന്നത്തെ മത്സരത്തിൽ 12 ബോളിൽ 6 റൺസാണ്. അതായത് തകർത്തടിക്കേണ്ട സമയങ്ങളിലൊക്കെ റിങ്കു സിംഗിൻ്റെ വിക്കറ്റൂടെ നൂർ അഹമ്മദിനാണെന്നാണ്. ആ രഹാനയുടെ വിക്കറ്റും ഗ്രീൻ്റെ വിക്കറ്റും റിങ്കു സിംഗിൻ്റെ വിക്കറ്റും. അപ്പോൾ പ്രധാനപ്പെട്ടവരുടെ 3 വിക്കറ്റാണ് നൂർ അഹമ്മദ് പിഴുതെടുക്കുന്നത്. അതേസമയം ചെന്നൈ ജയിച്ചൊരു മൊമെൻറ്റിലും ചെന്നൈയുടെ സ്ട്രഗിൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. സർഫറാസ് അഹമ്മദ് ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് മത്സരത്തിൽ. അദ്ദേഹത്തിന് 120 മറ്റോ ആണ് സ്ട്രൈക്ക് റേറ്റ്. സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 140 അതൊരു മാന്യമായ സ്ട്രൈക്ക് റേറ്റാണ്. പ്രവിസും അവസാന ഘട്ടത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ആയുഷ് മാത്രമാണ് ഇപ്പോഴും ഫസ്റ്റ് പവർ പ്ലേയിൽ ശരിക്കും ചെന്നൈക്ക് ഒരു മൊമെൻറ്റം കൊടുക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഗെയ്ക്വാദിൻ്റെ ഫോം ഔട്ടിനെ കുറിച്ച് പറഞ്ഞാൽ മതിയാവും. ചെന്നൈ ഇന്ന് ഒരുപാട് ഫീൽഡിൽ മിസ് വരുത്തിയ ഒരു ദിവസമാണ്. 3 ക്യാച്ച് ഔട്ടാണ്. അതും കഴിഞ്ഞ മത്സരത്തിൽ പിന്നെ പറന്ന് ക്യാച്ചെടുത്ത സർഫറാസ് ഖാൻ കയ്യിലേക്ക് വന്നൊരു ക്യാച്ച് മിസ്സാക്കുന്നുണ്ട്. ബ്രവിസും അതുപോലെ തന്നെ അത് അദ്ദേഹം നന്നായി റൺ ചെയ്ത് ഓടി വന്ന് എടുത്താണെങ്കിൽ പോലും അദ്ദേഹം കയ്യിലേക്ക് വന്ന് ഗെയ്ക്വാദ് വിട്ട് കളയുന്നുണ്ട്. അപ്പോൾ അത്രയും പിന്നെ ലൈഫുകളൊക്കെ കിട്ടിയൊരു മത്സരത്തിൽ പോലും
പിന്നെ കൊൽക്കത്തയ്ക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇനി കൊൽക്കത്തയ്ക്ക് ഒരു തിരിച്ചുവരവുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കുറച്ചുകൂടി പിന്നെ ചെന്നൈയിലെ ഖലീൽ അഹമ്മദ് നന്നായി പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. അഖിൽ ഹുസൈനും അവരുടെ നല്ല അഖിൽ impact ഹുസൈനും ആയിരുന്നു വന്നു. നന്നായിട്ട് അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ മൊത്തത്തിൽ സ്പിന്നർമാർ മൊത്തത്തിൽ കഴിഞ്ഞാടുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പുറത്ത് അൻകുൽ റോയ്ക്ക് 3 ഓവറേ കൊടുത്തുള്ളൂ. അവർക്ക് 1 ഓവറും കൂടി ചിലപ്പോൾ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. അവരുടെ സ്പിന്നർമാർക്ക് സുനിൽ നരൈൻ നന്നായി ഡെലിവറി ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ പിന്നെ IPL ഈ ടൂർണമെന്റിലെ മൊത്തത്തിൽ തന്നെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്പിന്നർമാർ ഡൊമിനൻസ് നമ്മൾ കാണുന്നുണ്ട് എന്നതാണ്. ബിഷ്ണോയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇപ്പൊ പ്രസിദ്ധ് കൃഷ്ണ ആയിട്ടുണ്ട്. പക്ഷേ ഈ മത്സരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരാൾ കാർത്തിക് ത്യാഗിയാണ്. കാരണം സഞ്ജു ആ ഒരു പന്ത് 6 അടിച്ചു, അതിനുശേഷം തൊട്ടടുത്ത പന്തിൽ അദ്ദേഹത്തെ ബോൾഡ് ആക്കിക്കൊണ്ട് ആ പന്ത് 148 km/h വേഗത ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു സിനിമാറ്റിക് മൊമെന്റ് ആയിരുന്നു അത്. ഇതേ കാർത്തിക് ത്യാഗിയാണ് അവസാന 20ാമത്തെ ഓവർ എറിയുന്നത്. ആ ഓവർ ഒറ്റ ബൗണ്ടറി പോലും തന്നെ അടിച്ചത്. അത് ഈ 20ാമത്തെ ഓവറിൽ ഈ കാർത്തിക് ത്യാഗിക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. 2021 IPL പഞ്ചാബ് വേഴ്സസ് രാജസ്ഥാൻ മത്സരത്തിൽ കാർത്തിക് ത്യാഗി രാജസ്ഥാന്റെ ബോളറായിരുന്നു. എനിക്കൊന്ന് IPL ഏറ്റവും മികച്ച ഡെത്ത് ഓവർ ആയിരുന്നു അന്ന് കാർത്തിക് ത്യാഗി എറിഞ്ഞത്. അന്ന് അദ്ദേഹം അൺക്യാപ്ഡ് പ്ലെയർ ആയിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇങ്ങനെ പിന്നെ അണ്ടർ 19 മത്സരങ്ങൾ കളിച്ചിട്ട് വരുന്നൊരു സമയമായിരുന്നു. ഒരു 20-കാരനായിരുന്നു. ആ സമയത്ത് 186 ആയിരുന്നു പഞ്ചാബ് ഉയർത്തിയ സ്കോർ. രാജസ്ഥാൻ ഉയർത്തിയ സ്കോർ 186 ആയിരുന്നു. അവസാന ഓവറിൽ ഇവർക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് 4 റൺസാണ്. ക്രീസിലുള്ളത് 2 വിക്കറ്റ് മാത്രമേ അവർക്ക് പോയിട്ടുള്ളൂ. 8 വിക്കറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ ഈ 6 പന്തിൽ 4 റൺസ് എന്നുള്ള ഇക്വേഷനാണ് അന്ന് പിന്നെ അവസാന ഓവർ എറിയാനെത്തിയത് ഇതേ കാർത്തിക് ത്യാഗിയായിരുന്നു. ക്രീസിലുണ്ടായിരുന്നത് നിക്കോളാസ് പൂരനും അതുപോലെ തന്നെ എയ്ഡൻ മാർക്രമാണ്. നമുക്കറിയാം അവരുടെ ഹിറ്റിംഗ് അബിലിറ്റി ഒക്കെ അറിയാം. ആ ഓവറിൽ ഫസ്റ്റ് ബോൾ എയ്ഡൻ മാർക്രമിന് ഒരു യോർക്കർ ലൈനിൽ എറിയുന്നു, റൺ എടുക്കാൻ പറ്റുന്നില്ല. അടുത്ത പന്തിൽ അദ്ദേഹം സിംഗിൾ നേടുന്നു. അപ്പം 4 പന്തിൽ 3 റൺസ് എന്നുള്ള ഇക്വേഷൻ വരുന്നു. അടുത്ത പന്തിൽ നിക്കോളാസ് പൂരൻ ഔട്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് ഹൂഡയാണ്, ദീപക് ഹൂഡയും ബിഗ് ഹിറ്റിങ്ങിന് പേരുള്ള ആളാണ്. അടുത്ത പന്തും 1 റൺസോ മറ്റോ നേടുന്നു. അതിൻ്റെ അടുത്ത പന്ത് ദീപക് ഹൂഡ ഔട്ടാവുന്നു. അവസാന പന്തിൽ ഒരു പന്തിൽ 3 റൺസ് എന്നുള്ള ഇക്വേഷൻ വരുന്നു. ആ പന്തിൽ 1 റണ്ണ് മാത്രം, അതായത് നേടാൻ കഴിയുന്നില്ല. അതായത് 2 റൺസിന് ഈ ടീമിന് രാജസ്ഥാന് ഒരു അത്ഭുത ജയം നേടിക്കൊടുത്തൊരു ബോളറാണ്. അതായത് 19 ഓവർ വരെ പഞ്ചാബ് ജയിച്ചിരുന്ന ഒരു മത്സരത്തെ 20ാമത്തെ ഓവറിൽ ഈ 20-കാരൻ പന്തെറിഞ്ഞുകൊണ്ട് രാജസ്ഥാനെ ജയിപ്പിച്ചൊരു ചരിത്രം ഈ കാർത്തിക് ത്യാഗിക്കുണ്ട്. അന്നേ അദ്ദേഹത്തിൻ്റെ യോർക്കറുകൾ എറിയാനുള്ള കഴിവ് പലപ്പോഴും ആ സമയത്ത് തന്നെ എല്ലാവരും പ്രൈസ് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ കാർത്തിക് ത്യാഗി കൃത്യമായിട്ടും അവസാന ഓവറുകളും അതുമാത്രമല്ല സഞ്ജുവിനെ ഔട്ടാക്കിയ പന്ത് മൊത്തത്തിൽ നോക്കുമ്പോൾ അവർക്കൊരു പിന്നെ നമുക്ക് പ്രതീക്ഷ വെക്കാൻ കഴിയുന്നൊരു ബോളറായി. 2021 വന്നൊരു താരമാണ്. പക്ഷേ 5 വർഷമായി എന്നിട്ടും അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ വേണ്ടത്ര ഉപയോഗിക്കാതെ പോയ ഒരു ബോളറാണ് കാർത്തിക് ത്യാഗി. പിന്നെയുള്ളത് ഇതിൽ പിന്നെ നേരത്തെ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, ഇപ്പോൾ ആയുഷ് മാത്രമേ ഓപ്പണിങ്ങിൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച നടത്തിയല്ലോ. അപ്പോൾ ഇതിൽ ഒരു റിയാലിറ്റി മനസ്സിലാക്കുന്നത് പിന്നെ പവർ പ്ലേയിൽ പന്ത് തിന്നുക എന്ന് പറയുന്നത് ശരിക്കും T20 ഭയങ്കര ക്രൈമാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പോൾ സഞ്ജുവും ഋതുരാജ് ഗെയ്ക്വാദും ഓപ്പൺ ചെയ്ത കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ ജയിച്ച മത്സരമാണല്ലോ. ആ മത്സരത്തിൽ 3 ഓവർ പവർ പ്ലേയിൽ ഋതുരാജ് ഗെയ്ക്വാദ് മത്സരത്തിൽ നോക്കുക. ആദ്യത്തെ 3 പന്തുകളും സഞ്ജു ഹാട്രിക് ബൗണ്ടറി അടിച്ചിട്ട് അതെ വൈഭവ് അറോറെ ഹാട്രിക് ബൗണ്ടറി അടിച്ചിട്ടാണ് സഞ്ജു തുടങ്ങുന്നത്. അതിനുശേഷം ഗെയ്ക്വാദിന്റെ സ്ട്രഗിൾ നമ്മൾ സ്ഥിരം സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് പിന്നെ കോമ്പിനേഷൻ മാറ്റാതിരിക്കുക എന്ന് പറയുന്നത് കൂടി ക്രൈമാണ്. കാരണം ഡെത്ത് ഓവറുകളിൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ 30 റൺസ് ഒരു 250-260 മുകളിൽ സ്കോർ ചെയ്യാൻ ചെന്നൈക്ക് കഴിയായിരുന്നു. പക്ഷെ അവർ ഡെത്ത് ഓവറുകളിൽ സ്ട്രഗിൾ ചെയ്യുന്ന നമ്മൾ കണ്ടു. പിന്നെ എതിർ ബോളർമാർ നന്നായി പെർഫോം ചെയ്യുന്ന നമ്മൾ കണ്ടു. ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ ആവർത്തിക്കുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആയുഷ് മാത്രയെ പോലെ നന്നായി ഹിറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനെ ഗെയ്ക്വാദും കഴിഞ്ഞ് 6ാമത്തെ ഓവറൊക്കെ ശേഷമാണെങ്കിലോ അദ്ദേഹം ക്രീസിലെത്തുന്നത്. പവർ പ്ലേ കഴിഞ്ഞതിന് ശേഷം വരുന്നത്. അപ്പോൾ ആയുഷ് മാത്രമേ പവർ പ്ലേയിൽ നന്നായി സ്കോർ ചെയ്യുന്ന ആയുഷ് മാത്രമേ സഞ്ജുവിനൊപ്പം ഇട്ടുകൊടുത്താൽ മതി. ഗെയ്ക്വാദ് കഴിഞ്ഞ സീസണിൽ മൊത്തം 1 ഡൗൺ ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ ഇവർക്ക് കഴിഞ്ഞ പ്രാവശ്യം 1 ഡൗൺ ഇറങ്ങിയപ്പോൾ അദ്ദേഹം സക്സസ് ആയിരുന്നു. ആയുഷ് മാത്രമേ ഓപ്പണിംഗിൽ സക്സസ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ. അപ്പോൾ ആയുഷ് മാത്രമേ 1 ഡൗൺ പൊസിഷനിലും കളിപ്പിക്കാം, ഓപ്പണറായും കളിപ്പിക്കാം എന്നൊരു ഓപ്ഷനാണ്, റിയാലിറ്റിയാണ്. പക്ഷേ നിലവിൽ സാഹചര്യത്തിൽ ഗെയ്ക്വാദ് ഫോം ഔട്ട് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ആയുഷ് മാത്രമേ എന്തായാലും ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് മാറ്റി പരീക്ഷിച്ചാൽ കുറച്ചുകൂടി ചെന്നൈക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. ഇന്നത്തെ മത്സരത്തിൽ 72 ഇവർ പവർ പ്ലേയിൽ എടുത്തേക്കുന്നത്. അപ്പോൾ ആയുഷ് മാത്രമേ ഓപ്പണിംഗ് സ്ലോട്ടിൽ വന്നാൽ 2 പേരും അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. സഞ്ജു അപ്പുറത്ത് ഗെയ്ക്വാദ് ഫോം ഔട്ട് ആയിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സഞ്ജുവിന് ഒരു ആശങ്ക ഉണ്ടാവും. കുറച്ചുകൂടെ കരുതലോടെ കളിക്കേണ്ടി വരും സഞ്ജുവിന്. ഇന്നത്തെ മത്സരത്തിൽ 50 വളരെ 1-2 റൺസിനാണ് 50 നഷ്ടപ്പെടുന്നത്. പിന്നെ അവർക്ക് ഇപ്പോൾ സർഫറാസ് ഖാൻ കഴിഞ്ഞ മത്സരം വരെ നന്നായി പെർഫോം ചെയ്തിട്ടൊരു മനുഷ്യനാണ്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം സ്ട്രഗിൾ ചെയ്തു എന്നുള്ളത് ആശങ്കയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എല്ലാവരും പിന്നെ റൂട്ടിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. ആയുഷ് മാത്രമേ നല്ല റൂട്ടിലാണ്, സഞ്ജു റൂട്ടിലാണ്. സോ ചെന്നൈയെ സംബന്ധിച്ച് ഒരു കംബാക്കിൻ്റെ സൂചന തന്നെയാണിത് എന്ന് വിലയിരുത്തേണ്ടി വരും. തീർച്ചയായിട്ടും. അതുപോലെ ഇന്ന് കൊൽക്കത്തയെ സംബന്ധിച്ച് പറയുമ്പോൾ സുനിൽ നാരായൺ ഓപ്പണിങ്ങിൽ വന്നൊരു ദിവസം കൂടിയാണ്. സുനിൽ നാരായൺ വരുന്നു. പക്ഷേ അവരുടെ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് വന്നുള്ള ഫിന്നാലൻ
നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അടുത്ത മത്സരങ്ങളിലൊക്കെ അല്ല, അവിടെയും വലിയൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അജിങ്ക്യ രഹാനെ എന്നുള്ള താരം, അതായത് നമ്മൾ കഴിഞ്ഞ പറയുന്ന പോലെ അതായത് ചെന്നൈ രഹാനെയാണ് ഋതുരാജ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അതേ ഒരു അവസ്ഥ തന്നെയാണ് രഹാനയുടെ. പിന്നെ ബാറ്റിംഗ് പൊസിഷനും അവർക്ക് വലിയൊരു തലവേദനയായിട്ട് നിൽക്കുകയാണ്. രഹാന ഏതോ ഒരു മത്സരത്തിൽ നന്നായിട്ട് കളിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ പവർ പ്ലേ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പിന്നെ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ വല്ലാതെ കുറയുന്നൊരു സിറ്റുവേഷനാണ്. ഇന്നത്തെ മത്സരത്തിലും ഒരു ഘട്ടത്തിൽ രഹാന് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. രഹാന് ഔട്ടായി ഷോട്ട് പോലും എത്ര അലസമായിട്ടാണ്. അന്താരാഷ്ട്ര തലത്തിലും IPL തലത്തിലും 10-15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു ബാറ്ററുടെ ഷോട്ടാണ്. അതായത് വയ്യ, ആ ലൈനിലാണ് രഹാനെന്ന് നന്നായിട്ട് കളിക്കേണ്ട ഒരു ദിവസം കൂടിയായിരുന്നു. കാരണം ഇന്ന് ഫിനാലിൻ പെട്ടെന്ന് പുറത്താവുന്നു. പിന്നീട് വരുന്ന രഹാനെ അവിടെ കളിച്ചുകൊണ്ട് സുനിൽ നാരായണൊപ്പം നിന്ന് നന്നായി കളിക്കേണ്ട ഒരു ദിവസം കൂടിയായിരുന്നു. പക്ഷേ അവിടെയും നിരാശപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അവർ ഔട്ടായപ്പോൾ തന്നെ അവർ തോൽവി സമ്മതിച്ചു. കൊൽക്കത്തയുടെ ഒരു മൊത്തത്തിലുള്ള ശരീരഭാഷയൊക്കെ നോക്കുമ്പോൾ രഹാനയുടെ മുഖമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകിച്ചിട്ടൊരു വിജയതൃഷ്ണയോ മറ്റോ ഒന്നും കാണാനില്ലാത്തൊരു ശരീരഭാഷയായിരുന്നു. കൊൽക്കത്തൻ താരനിര ഇപ്പം സുനിൽ നാരായണൊക്കെ നന്നായിട്ട് പന്തറിഞ്ഞു. സുനിൽ നാരായണൻ്റെ സ്ഥായിയായ ഭാവം അത് തന്നെയായിരിക്കാം. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ കൊൽക്കത്തയിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരാൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് വലിയൊരു സംശയമാണ്. കാരണം പിന്നെ ഈവൻ ഈ നമ്മുടെ അങ്കുഷ് രഘുവംശി പോലും കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു തോൽവി ഉണ്ടായിരുന്നല്ലോ, പിന്നെ അവസാന നിമിഷത്തെ റണ്ണൗട്ട്. അദ്ദേഹത്തിന് അതിന് മുമ്പത്തെ മത്സരത്തിൽ ഡൽഹിയുടെ മത്സരത്തിൽ അങ്ങനെ റണ്ണൗട്ട് സംഭവിച്ചതാണ്. ആ സമയത്ത് രഘുവംശിയുടെ ഏറ് പോലും ആ സമയത്ത് നമ്മൾ കണ്ടിരുന്നു. ഒരു താല്പര്യമില്ലാത്തൊരു മട്ടിലുള്ള പിന്നെ കളിയാണ് ശരിക്കും കൊൽക്കത്ത താരങ്ങൾ. ശ്രേയസ് പോയതിനു ശേഷം ഗതി പിടിച്ചിട്ടില്ല. ശ്രേയസ് മൊത്തത്തിൽ എവിടെ ഒരു ശാപമാണ്. ശ്രേയസേറിനെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ടീം ഗതി പിടിക്കാത്ത അവസ്ഥയിലാണ്. എന്നാൽ ശ്രേയസേർ പോയിടത്തൊക്കെ റെവല്യൂഷൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത്. സോ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ചെന്നൈ മടങ്ങിയെത്തുന്നു. പ്രത്യേകിച്ച് ആദ്യത്തെ മത്സരങ്ങളൊക്കെ തോറ്റ സമയത്ത് ആരാധകർക്ക് വലിയ ആശങ്കയിലായിരുന്നു. സഞ്ജുവിൻ്റെ ഫോം ഒരു കൺസേൺ ആയിരുന്നു, അവരുടെ മിഡിൽ ഓർഡറിൻ്റെ ഫോം ഒരു കൺസേൺ ആയിരുന്നു, ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോം കൺസേൺ ആയിരുന്നു. എല്ലാം പിഴവുകളും അവർ തിരുത്തുന്നു. ഇപ്പോഴും തിരുത്തേണ്ട പലയിടങ്ങളും ഉണ്ടെങ്കിൽ പോലും ചെന്നൈ തിരിച്ചു വന്നതിൻ്റെ ആവേശത്തിലായിരിക്കും ആരാധകർ. നമ്മൾ നാളെ വീണ്ടും മറ്റൊരു മത്സരത്തിന് ശേഷം ഇരിക്കും. നന്ദി.